ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ ലംഘിച്ചതായി ലബനൻ സൈന്യം അവകാശവാദം ഉന്നയിച്ചു. തെക്കൻ ലബനനിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം 6 വട്ടം വെടിയുതിർത്തു എന്നാണ് ലബനൻ സൈന്യം ആരോപിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തെക്കൻ ലബനനിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങിയ ലബനീസ് വംശജർക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് സൈന്യം ആരോപിക്കുന്നത്. വീടുകളിലേക്ക് മടങ്ങുന്നവർക്കൊപ്പം ഹിസ്ബുള്ള പോരാളികൾ ഉണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത്. ഇതിനിടെ ഇസ്രായേൽ സൈന്യം വീണ്ടും തെക്കൻ ലബനനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് അധിനിവേശം നടത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ നിന്ന് ലബനൻ ജനതയോട് വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടു. ഏകദേശം 500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തെക്കൻ ലബനനിലെ 62 ഗ്രാമങ്ങളിൽ പ്രവേശിക്കുന്നതിനെതിരെയും ഇസ്രായേലി സൈനിക വക്താവ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലബനനിൽ മിഡ് റേഞ്ച് റോക്കറ്റുകൾ സൂക്ഷിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന സൗകര്യം തങ്ങളുടെ വ്യോമസേന വ്യാഴാഴ്ച ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഹിസ്ബുള്ള നടത്തിയത് എന്നും ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പ്രകോപനവുമായി ഹിസ്ബുള്ളയും രംഗത്തുണ്ട്. തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള അംഗങ്ങൾ നുഴഞ്ഞുകയറിയെന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഇസ്രായേൽ ആരോപിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ ഇസ്രായേലി ടാങ്കുകൾ പ്രത്യാക്രമണം നടത്തി. 2 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം ലഭിച്ചത്. ബെയ്സാരിയയിലെ ഹിസ്ബുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തകർത്തു. വെടിനിർത്തലിന് പിന്നാലെ സാധാരണക്കാർ തെക്കൻ ലബനനിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. എന്നാൽ നുഴഞ്ഞുകയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ചില മേഖലകളിൽ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലിറ്റാനി നദിക്ക് തെക്ക് വൈകിട്ട് 5 മുതൽ രാവിലെ 7 വരെ കർഫ്യൂ ഏർപ്പെടുത്തി. അതേസമയം ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് നേരെ വെടിവെച്ചുവെന്ന് ഹിസ്ബുള്ള ആരോപിച്ചിട്ടുണ്ട്. യുഎസും ഫ്രാൻസും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലമായി ബുധനാഴ്ചയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഹിസ്ബുള്ള തെക്കൻ ലബനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ പിന്മാറി ലിറ്റാനി നദിയുടെ വടക്കോട്ട് പോകണമെന്നാണ് ഇപ്പോഴത്തെ നിബന്ധന. 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനനിൽ നിന്ന് പിന്മാറും. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,330 കടന്നു. ബുധനാഴ്ച പുലർച്ചെ മുതൽ നിലവിൽ വന്ന ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് മുൻകൈയെടുത്തത് അമേരിക്കയും ഫ്രാൻസുമാണ്. സ്ഥാനമൊഴിയാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറിലെ ധാരണകൾ 10-നെതിരെ 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകരിച്ചത്. ഇതോടെ ഇസ്രായേലിലെ പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നത്. ഏതാണ്ട് 14 മാസത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ 3823 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. നിലവിലെ കരാർ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ലബനനിൽ നിന്നും പിൻവാങ്ങും. ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്നും 40 കിലോമീറ്റർ പിന്മാറുന്നതോടെ IDF ലബനനിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങും. ലബനൻ സൈന്യം ഇസ്രായേലുമായുള്ള അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്ത് ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കുറഞ്ഞത് 5000 സൈനികരെയെങ്കിലും വിന്യസിക്കുകയും ചെയ്യുമെന്ന് വെടിനിർത്തൽ കരാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയും ഒരു ബഹുരാഷ്ട്ര സമിതിയും ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.